Good morning. Okay. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതൊക്കെ വായിച്ചായിരുന്നു നിങ്ങള്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ അല്ലേ? വായിക്കുമ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഒക്കെ ചെറുതാണ്, കുഴപ്പമില്ല, എളുപ്പമുള്ളൂ. ഓക്കെ, നമ്മള് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിന്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കിയത്. അതിന് ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് റൂറൽ ഏരിയ വരെ പഠിപ്പിച്ചു. ഓക്കെ, വെരി ഗുഡ്. റൂറൽ വരെ പഠിപ്പിച്ചു, റൂറൽ ഹോസ്പിറ്റൽ വരെ. ഓക്കെ, അപ്പൊ അതിനകത്ത് ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്, സർവീസിന് ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് തിരിച്ചു. ജനറൽ ഹോസ്പിറ്റലുകളും സ്പെഷ്യൽ ഹോസ്പിറ്റലുകളും. ബേസിസ് ഓഫ് ദ സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ്, അതിന് ബേസ് ചെയ്തിട്ട് മൂന്നെണ്ണമായിട്ട് തിരിച്ചു അല്ലെ? റീജിയണൽ ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അടുത്തത് അതിനകത്ത് നമ്മൾ റൂറൽ ഹോസ്പിറ്റൽ വരെയാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ് ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. റൂറൽ ഹോസ്പിറ്റല് ബെഡ് കപ്പാസിറ്റി എത്രയാണെന്ന് പറഞ്ഞേ? ബെഡ് കപ്പാസിറ്റി അത് നോക്കണം. എക്സാമിൽ അത് മൂന്നെണ്ണവും ചോദിക്കാറുണ്ട്. ബെഡ് കപ്പാസിറ്റി 20 to 100 ബെഡ്സ് ആണ്. ഇറ്റ് പ്രൊവൈഡ് മെഡിക്കൽ സർജിക്കൽ കെയർ ഹോസ്പിറ്റൽ. ഇനി 20 to 100 അത് മൂന്നെണ്ണത്തിന്റെ നോക്കണം കേട്ടോ നിങ്ങള്. ഹോസ്പിറ്റൽ റീജിയണൽ ഹോസ്പിറ്റൽസിലെ ബെഡ് കപ്പാസിറ്റി എന്താ? മോർ ദാൻ 500 ബെഡ്സ് ആയിരുന്നു. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും അവിടെ എത്രയാണ് ബെഡ് റേഞ്ച്? 100 to 500 വരെയോ വരുന്നത്. റൂറലിലാകുമ്പോൾ എത്രയാ? 20 to 100 നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഇനി ഓണർഷിപ്പ് അല്ലെങ്കിൽ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ, ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? പബ്ലിക് ഹോസ്പിറ്റലുകളുണ്ട്, പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികള്, പബ്ലിക് പൊതു ആശുപത്രികള്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, അവരിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസ്. ഇനി okay, nowadays hospitals are turning into a huge business at the former stage. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താ? അതായത് നമ്മൾ തുടക്കത്തിൽ ഉള്ളതുപോലെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് എന്തായി മാറിയേക്കും? ഒരു വലിയ ബിസിനസ് ആയി മാറിയേക്കാണ് അല്ലെ? നമ്മുടെ മുട്ടിന് ഹോസ്പിറ്റൽസ് ഇല്ലേ? ഹോസ്പിറ്റൽ നടത്തിയിട്ട് ലാഭം ഉള്ളതുകൊണ്ടല്ലേ വീണ്ടും അങ്ങനെ ഓരോ പ്രൈവറ്റ് പാർട്ടികളും ഒക്കെ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നത് അല്ലെ? പണ്ടൊക്കെ ഇത്രയും ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇത് ശരിക്കും നമ്മൾ എന്താ പറയാ, സർവീസ് മാത്രമാണോ ഹോസ്പിറ്റല്? ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സർവീസ് ആണോ പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെ? ഓരോന്നിനും നല്ലൊരു എനിക്കറിയാം. ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒരു അഡ്മിഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് വന്ന് ബില്ല് വരുമ്പോ നല്ലൊരു എമൗണ്ട് ആവും അല്ലേ? ഓരോന്നിനും ഓരോ സർവീസിനും അവര് ഫീസുകൾ ഇട്ട് ഒരു വലിയൊരു എമൗണ്ട് ലാസ്റ്റ് ഓവറോൾ ഒരു ബില്ല് വരും. ഇതെന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഒരു വലിയ ഒരു ബിസിനസ് ആണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇന്ന് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് ആയി മാറിക്കൊണ്ടിരിക്കുക. ഗവൺമെന്റ് ഹാവ് ഷോൺ ദ ഇൻട്രസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് എ ഹോസ്പിറ്റൽ, ബട്ട് നൗ ദ പ്രൈവറ്റ് പാർട്ടീസ് ആർ റൂളിംഗ് these sectors. കണ്ടോ? ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ have shown the interest to establish hospital. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാൻ താല്പര്യം കാണിച്ചെങ്കിലും ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ ഏതാ? പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ? പ്രൈവറ്റ് പാർട്ടീസ് ആണ് ഈ ഒരു മേഖലയെ ചെയ്യുന്നത് അല്ലേ? സ്വകാര്യ മേഖലകളാണ് ശരിക്കും ഇതിനെ ഭരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട് എങ്കിൽ പോലും എന്താ പറയാ, അതൊരു ബിസിനസ് ആണ് നമ്മൾ പറഞ്ഞു. ധാരാളം പ്രൈവറ്റ് പാർട്ടീസും ഇതിനകത്തുണ്ട് അല്ലെ? പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ധാരാളമായിട്ടുണ്ട്.
അവരാണ് ഈ ഒരു മേഖല ഭരിക്കുന്നത്. ഇനി നോക്കിയേ, അപ്പാർട്ട് ഫ്രം ദീസ് ടു പാർട്ടീസ്, ഈ രണ്ട് പാർട്ടികൾക്കും പുറമെ, ആർക്ക് രണ്ട് പാർട്ടി പറഞ്ഞ ഗവൺമെന്റ് ഉണ്ട്, പിന്നെ അതുകൂടാതെ പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട് അല്ലെ, പ്രൈവറ്റ് സ്വകാര്യ ഹോസ്പിറ്റലും ഉണ്ട്. ഇതിന് രണ്ടിനും പുറമെ ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് and different non-governmental organizations are also running hospital now. ഇപ്പോൾ ഹോസ്പിറ്റൽ നടത്തി വരുന്നുണ്ട് പല കോപ്പറേറ്റീവ് സൊസൈറ്റികള്, പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും ഹോസ്പിറ്റലുകൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. സോ ദ ക്ലാസിഫിക്കേഷൻ, അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ കൂടുതൽ ഹോസ്പിറ്റൽ വരാനൊക്കെ കാര്യം നമ്മൾ ആദ്യം തന്നെ മുന്നിട്ട് പറഞ്ഞല്ലേ, എന്താ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ഒരു വലിയ ബിസിനസ് ആയി മാറിക്കൊണ്ടിരിക്കാം. അപ്പൊ ഗവൺമെന്റുകളും ഹോസ്പിറ്റല് നടത്താൻ താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിലും താല്പര്യം കാണിച്ചെങ്കിലും ആര് വന്നു അവിടെ, ധാരാളം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും വന്നു അല്ലെ. അപ്പൊ ഈ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിന് പുറമെ ആരും കൂടി വന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പലതരത്തിലുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും ഈ ഹോസ്പിറ്റലുകളും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. Now, so the classification on, classification എങ്ങനെ നമുക്ക് ചെയ്യാം ഇത് നോക്കാട്ടോ. ഉടമസ്ഥതയുടെ ഒരു അടിസ്ഥാനത്തിലാണ് എക്സാമിന് ചോദിക്കാറുണ്ട്. On the basis of ownership, the hospitals are classified into dash. എത്രയായിട്ട്? 4 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO. അത് ഇവിടെ എഴുതി വെച്ചോളാം. NGO എന്ന് പറഞ്ഞ അവിടെ ഉണ്ട് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ. പബ്ലിക് ഹോസ്പിറ്റൽ ആണ് ആദ്യം. പബ്ലിക് ഹോസ്പിറ്റൽ, പൊതു ആശുപത്രി. These hospitals are owned and operated by the government and of autonomous body. സ്വയംഭരണ സ്ഥാപനങ്ങൾ, autonomous body എന്ന് പറഞ്ഞാൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പൊ ആ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളാണ് ഏത്? പബ്ലിക് ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. Dash hospitals are owned and operated by the government and or autonomous body. This hospital are public hospitals. മാറിപ്പോരുത് കേട്ടോ. ഗവൺമെന്റ് ഓട്ടോണമസ് ബോഡീസ്, സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതൊക്കെ നടത്തുന്ന പബ്ലിക് ഹോസ്പിറ്റൽ. ഫോർ എക്സാമ്പിൾ നോക്കി, പബ്ലിക് ഹോസ്പിറ്റലിന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്. ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞേക്കണേ. നിങ്ങൾക്ക് എക്സാമിൽ എന്തായാലും ടെക്സ്റ്റിൽ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പൊ ഇതിനകത്ത് തന്നിട്ടുള്ള 2 എക്സാമ്പിൾ നമ്മൾ പഠിക്കണം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, ചൈൽഡ് ഹെൽത്ത്. അത് രണ്ടും ഏതിന് എക്സാമ്പിൾ ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏതിൽ വരുന്ന പബ്ലിക് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. അത് ഏത് ഹോസ്പിറ്റൽ ആണെന്ന് ചോദിക്കാം. എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കാം. അപ്പൊ 2 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. 2 സെന്റൻസും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളാണ് പബ്ലിക് ഹോസ്പിറ്റൽ. എക്സാമ്പിൾസ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്. ഇനി രണ്ടാമത്തെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വകാര്യ ഹോസ്പിറ്റലുകൾ, സ്വകാര്യ ആശുപത്രികൾ. These hospitals are owned and operated by the private people. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിന്നെ ഐഡന്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രൈവറ്റ് പാർട്ടികളുടെ ഉടമസ്ഥതയിലുള്ള, അവർ പ്രവർത്തിപ്പിക്കുന്ന, അവരുടെ ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റലുകളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. Private people owned and operated by the private people or entrepreneurs. For example, Kinder Hospital, Apollo Hospital. Example underline ചെയ്തു വെച്ചോ. ഇങ്ങനെ previous question paper ചോദിച്ചിട്ടുണ്ട്. Kinder Hospital and Apollo Hospitals are the examples of Dash Hospital. ഏത് ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആ? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, അടുത്തതാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്. These hospitals are owned by cooperative society. ഡയറക്റ്റ് എഴുതാൻ പാടില്ലേ? ഡാഷ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് they have a set of board members to make the decision. അവിടെ ഒരു കൂട്ടം ബോർഡ് മെമ്പർമാരുണ്ട്. എന്തിനാ? ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. ഇനി ഒരാൾ മാത്രം നിലനിർത്തുന്നതല്ല അവിടെ. എന്താണ്? അവിടെ ഒരു കൂട്ടം ബോർഡ്
ഉണ്ട്, ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, അവരാണ് ഡിസിഷൻ തീരുമാനം എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഒരു എക്സാമ്പിളെ നമുക്ക് ടെക്സ്റ്റ് തന്നിട്ടുള്ളൂ, നിങ്ങൾ അത് പഠിച്ചു വെക്കുക കേട്ടോ. ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. പിന്നെ അടുത്തതാണ് ലാസ്റ്റത്തെ ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO. NGO നടത്തുന്ന ഹോസ്പിറ്റൽ. Okay, this kind of hospital are operated and managed by certain non-governmental organization on charity basis. ചാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ചില നോൺ ഓർഗനൈസേഷൻ സംഘടനകൾ അവരുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഓൺ ദ ചാരിറ്റി ബേസിസ്. ഫോർ എക്സാമ്പിൾ ജീവൻ രക്ഷ ചാരിറ്റി ആൻഡ് സർവീസ് സൊസൈറ്റി ഒരു എക്സാമ്പിൾ പഠിക്കാനുള്ളൂടെ, അത് എക്സാമ്പിൾ കൂടി നോക്കി വയ്ക്കാം. നാലും കൺഫ്യൂഷൻ ഇല്ലല്ലോ അല്ലെ, ക്ലിയർ അല്ലേ? ഗവൺമെന്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പബ്ലിക് ഹോസ്പിറ്റല്, പ്രൈവറ്റ് പീപ്പിൾ അല്ലെങ്കിൽ എന്റർപ്രീനിയർ നടത്തുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റല്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഇത് വരുന്ന കോപ്പറേറ്റീവ് ഹോസ്പിറ്റല്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ചാരിറ്റി പ്രവർത്തിക്കുന്ന അവരുടെ മാനേജ് ചെയ്യുന്ന ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽ ആണ് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റേ. Admission duration of the patient relies upon the health condition of the patient and their willingness to stay in the hospital. ഈ നമ്മുടെ അഡ്മിഷൻ ഡ്യൂറേഷൻ എങ്ങനെയാ? നമ്മൾ അഡ്മിഷൻ ഡ്യൂറേഷൻ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഡ്യൂറേഷൻ എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നത്? ആ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് അല്ലെ. ചിലപ്പോ നല്ല വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം അഡ്മിറ്റ് ആയാൽ മതിയാവും അല്ലെ. ചിലപ്പോ കുറച്ചും കൂടി പ്രശ്നമാണ്, അപ്പൊ ഒരാഴ്ച ചിലപ്പോ അവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും. അപ്പൊ ഈ നമ്മുടെ അഡ്മിഷൻ ഡ്യൂറേഷൻ ഓഫ് ദ പേഷ്യന്റ് റിലൈസ് അപ്പോൺ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അണ്ടർലൈൻ ചെയ്തേ, പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ ആശ്രയിച്ചിരിക്കുന്നു. ആൻഡ് their willingness to stay in the hospital. അതുപോലെ തന്നെ അവർ ഹോസ്പിറ്റലിൽ തുടരാനുള്ള സന്നദ്ധതയെ ആശ്രയിച്ചിരിക്കുന്നു. സോ on the basis of duration of the stay, the hospitals are classified into two. Duration of the stay അതനുസരിച്ച് ഹോസ്പിറ്റലുകളെ നമുക്ക് രണ്ട് രീതിയിലും തിരിക്കാം. ഏതാണ്? ഡ്യൂറേഷൻ ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റലുകളും ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റലുകളും. Duration of the stay, hospital can be classified into two: long duration hospital, short duration hospital. Long duration hospital എന്ന് പറഞ്ഞാൽ എന്താ? If the patient stay more than 30 days in hospital as a IP patient, IP എന്ന് പറഞ്ഞാൽ എന്താ? Inpatient. കുറേ ഡേയ്സ്, അതായത് 30 days, more than 30 days കണ്ടോ? 30 ദിവസത്തിൽ കൂടുതൽ ഒരു IP പേഷ്യന്റ് ആയിട്ട് ഇൻപേഷ്യന്റ് ആയിട്ട് പേഷ്യൻസ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഇതാണ് എന്ന് പറയുന്നത് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. These kinds of hospital can be termed as a long duration hospital. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. more than 30 days 30 ദിവസത്തിൽ കൂടുതൽ IP പേഷ്യന്റ് ആയിട്ട് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ അങ്ങനെ പറ്റുന്ന ആലോചിക്കുക. അപ്പൊ അങ്ങനെയുള്ളതാണ് ഏതെന്ന് പറയുന്നത് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ആ ഡേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കണം. ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ ദീർഘനാള് 30 ഡേയ്സിൽ കൂടുതൽ കണ്ടോ. ഇഫ് ദ പേഷ്യന്റ് സ്റ്റേ മോർ ദാൻ 30 ഡേയ്സ് 30 ദിവസത്തിൽ കൂടുതൽ പേഷ്യന്റ് സ്റ്റേ ചെയ്യാണ് ആസ് എ എങ്ങനെ ഇൻപേഷ്യന്റ് IP പേഷ്യന്റ് ആയിട്ട്, അതാണ് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ. ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് the patient stay less than 30 days in the hospital as an IP patient. These kinds of hospital can be termed as a short duration hospital. എളുപ്പമല്ലേ പഠിക്കാൻ? 30 days കൂടുതലാണെങ്കിൽ ലോങ് ദീർഘനാള് അല്ലെ, കുറേ നാള്. ഓക്കെ, ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 30 താഴെ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി, വളരെ സിമ്പിൾ ആണ് ഇതൊക്കെ. 30 days കൂടുതൽ ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ, ലെസ് ദാൻ 30 days 30 ഡേയ്സിൽ താഴെ വരുന്നത് ഇത് ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ്. ഇനി ലാസ്റ്റത്തെയാണ് ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ. നമ്മുടെ മെഡിസിന്റെ വൈദ്യശാസ്ത്ര വ്യവസ്ഥയുടെ അടിസ്ഥാനത്തില് നിങ്ങൾ ഓർക്കണ്ടോ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ HA എടുത്തത്?
ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ആയുഷ്, ഇതൊക്കെ പഠിച്ചത് ഓർക്കണല്ലേ? അതൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്ര വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഏതൊക്കെയാ? അലോപ്പതിക് ഹോസ്പിറ്റൽസും ആയുഷ് ഹോസ്പിറ്റൽസും. അലോപ്പതിക് ഹോസ്പിറ്റൽസ്, ആയുഷ് ഹോസ്പിറ്റൽസ്. ഓക്കെ, എങ്ങനെയുണ്ട് മോഡ്യൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? നമുക്ക് എല്ലാ ടീച്ചർമാരൊക്കെ വന്ന പോർഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കറക്റ്റ് ആയിട്ട് പഠിച്ചോളൂ, എളുപ്പമല്ലേ? ആദ്യത്തെ മോഡ്യൂളുകളൊക്കെ എളുപ്പമല്ലേ? നമ്മൾ മറ്റത് എച്ച് പഠിച്ചതിന്റെ ഒക്കെ കുറെയൊക്കെ വരുന്നില്ലേ ഡിവിഷൻ പോലെ? യെസ്, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോണോ കേട്ടോ എല്ലാ ടീച്ചേഴ്സിനെയും. എളുപ്പമാണ്. ഓക്കെ, എളുപ്പമാണ്. അല്ലെങ്കിൽ ടീച്ചിങ് കുട്ടികൾക്കൊക്കെ എളുപ്പമായിരിക്കും. നിങ്ങൾ എച്ച് കുറെ പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, അതുകൊണ്ട് എളുപ്പമാണ്. എച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയാ എഡ്യൂക്കേറ്റഡ് ആണല്ലോ, എച്ച് കഴിഞ്ഞാലേ നല്ല കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പോകാം. എച്ച് ആദ്യത്തെ കുറച്ചൊക്കെ നിങ്ങൾ അതിലേക്ക് വരാനുള്ളൊരു താമസമുള്ളൂ. ഇത് ഫുള്ള് നമ്മുടെ സബ്ജക്ട് നമുക്ക് അറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ. അപ്പൊ അതിന്റെ ഹയർ PG വരുമ്പോഴത്തേക്കും എളുപ്പമായിരിക്കും. കുറെയൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ അവിടെ പഠിച്ചതാണ്. ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ, നമുക്കുള്ള ആ വൈദ്യശാസ്ത്ര വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ രണ്ടായി തിരിക്കാം. എക്സാമിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരൂട്ടോ. ഇവിടെ നമുക്ക് അതൊന്നും ഞങ്ങൾക്ക് പറയാനുള്ള പെർമിഷൻ ഇല്ല ശരിക്കും. ഇവിടെ ടെക്നിക്കലിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇത് തരും. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് മെസ്സേജുകൾ വരും കേട്ടോ, എക്സാമിന്റെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്കത് പറയാനുള്ളൊരു ഇതില്ല. ക്ലാസ്സുകൾ എടുക്കുക, എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരിക. പിന്നെ നമുക്ക് പോർഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് റിവിഷൻ ചെയ്യാം. മൊഡ്യൂൾ എക്സാം ഇല്ല എന്നാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിഷാമാമിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറിയായിരുന്നു നിങ്ങള്. എക്സാം ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് തരും കേട്ടോ. വേണമെങ്കിൽ ഞാനൊന്ന് അവിടെ ഇൻഫോം ചെയ്തേക്കാം, കുട്ടികൾ ഇങ്ങനെ ചോദിക്കേണ്ടതെന്നുള്ള കാര്യം കേട്ടോ പറഞ്ഞേക്കാം. On the basis of system of medicine, ഹോസ്പിറ്റലുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. അലോപ്പതിക് ഹോസ്പിറ്റൽസും ആയുഷ് ഹോസ്പിറ്റൽസും. The system of medicine is an interdisciplinary field of study. Interdisciplinary എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർഡിസിപ്ലിനറി, ഒന്നിലധികം അക്കാദമിക് വിഷയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. പഠനത്തിന് മാത്രം ബേസ് ചെയ്ത് നിൽക്കുന്നതല്ല, ഒന്നിലധികം ഫീൽഡിനെ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ്. Interdisciplinary field of study that look at the system of the human body as a part of integrated. Human body എന്ന് പറയുന്നത് പലതിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ്. Incorporating biochemical, physiological and environmental interactions. ശാരീരികമായ ശരീരശാസ്ത്രപരമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ അതുകൊണ്ട് എന്താണ് അത് ഉൾക്കൊള്ളുന്ന ഒരിതാണ്. അതായത് ഒറ്റ ഇതല്ല, ഒരു എന്താ പറയാ പല ഇതിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ്. There are 6 systems followed in India. The hospitals are working on the basis of different systems of medicine. They classified are these classification are allopathic hospitals, Ayush hospitals. Allopathic hospital എന്ന് പറഞ്ഞാൽ എന്താ? allopathic system, allopathic hospitals, ഇംഗ്ലീഷ് മെഡിസിൻസ്, മോഡേൺ മരുന്നുകളല്ലേ അലോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാ നമ്മളെങ്ങനെയാ മരുന്നുകളൊക്കെ തരുന്നത്? എങ്ങനെയാ നമ്മൾ ചെന്ന് കഴിയുമ്പോ വെറുതെ നമുക്ക് ടാബ്ലറ്റ്സ് ഇത് തരികയാണോ? എങ്ങനെയാണ് അത്? അലോപ്പതി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്നുകൾ നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ശരീരത്തിലുള്ള അവർ കറക്റ്റ് ആയിട്ട് രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും. വെരി ഗുഡ്, ഡയഗ്നോസ് ചെയ്യും അല്ലെ, രോഗനിർണയം നടത്തും. എന്താണ് ഒരു ടെസ്റ്റ് ചെയ്യും. നമുക്കിപ്പോ എന്തെങ്കിലും ചിലപ്പോ ആദ്യം തന്നെ മരുന്നെടുത്ത് തരില്ല, ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു രോഗത്തെ എന്ത് രോഗമാണ്, ഒരു രോഗത്തിന് ഒരു പേര് കൊടുത്തിട്ട് എന്ത് രോഗമാണ്, അങ്ങനെ ആ രോഗമാണെന്ന് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ എന്താ പറയാ ഇമേജിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ച് റേഡിയോളജിയോ അല്ലെങ്കിൽ ലാബിലോ ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഏത് രീതിയിലായിട്ടും ഡയഗ്നോസിസ് നടത്തിയിട്ട് ആ രോഗത്തെ മാത്രമാണ് അവിടെ ചികിത്സിക്കുന്നത് അല്ലെ. ഇതിന്റെ രോഗം ഇന്ന അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മരുന്നുകളും ഒക്കെയാണ് തരുന്നത്. അതുകൊണ്ട്
എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിഞ്ഞാൽ അസുഖം മാറുന്നത്? അങ്ങനെ തോന്നിയിട്ടില്ലേ അല്ലേ? നമ്മള് പെട്ടെന്ന് അസുഖം മാറുന്നത് എന്താ? എന്ത് രോഗമാണെന്ന് കറക്റ്റ് രോഗനിർണയം നടത്തിയിട്ട് ആ രോഗത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മരുന്നുകളാണ് നമ്മൾ അവിടെ കഴിക്കുന്നത്. അതാണ് അലോപ്പതിക് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മെഡിസിൻസ് അങ്ങനെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അല്ലാതെ വെറുതെ ഇതൊന്നും അല്ല, പണ്ടത്തെ പുരാണോ കാര്യങ്ങളോ ഇതൊന്നും നോക്കൂല. ആയുർവേദത്തിനെ പോലെയല്ല. ആയുർവേദ മരുന്നാണെങ്കിൽ കുറച്ച് വൈകിയൊക്കെയല്ലേ മാറുള്ളൂ, പെട്ടെന്ന് അത് അങ്ങോട്ട് മാറൂലല്ലേ. ഇപ്പൊ നമുക്കൊരു പനി വന്നു, ഒരു ടാബ്ലറ്റ് അങ്ങോട്ട് എടുത്ത് കഴിച്ചു, നേരെ പനി മാറി, പെട്ടെന്ന് അങ്ങ് ഇതാവില്ലേ. അതാണ് കുറച്ചുകൂടി അത് എഫക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് ആ എന്താണോ രോഗം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതുകൊണ്ട് അതിനുള്ള മരുന്നുകൾ അതിന് ഉപയോഗിക്കുന്നത്. അതാണ് അത് പെട്ടെന്ന് മാറാനുള്ള കാരണം. ഇനി നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ, അലോപ്പതിക് ഹോസ്പിറ്റൽസ് എക്സാമ്പിൾ ആസ്റ്റർ മെഡിസിറ്റി ഒരു എക്സാമ്പിൾ ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ? അലോപ്പതിക് ഹോസ്പിറ്റൽസ് ഇഷ്ടംപോലെ ഉണ്ട്. ഒരു എക്സാമ്പിൾ മാത്രമേ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ എക്സാമ്പിൾ ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക, ആസ്റ്റർ മെഡിസിറ്റി. ഇനി രണ്ടാമത്തെയാണ് ആയുഷ് ഹോസ്പിറ്റൽസ്. ഇവിടെ നമ്മുടെ എക്സ്ചേഞ്ച് ചോദിച്ച പോലെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരും. ആയുഷ് ഹോസ്പിറ്റലില് ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻ ആയുഷ് എ സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്, എ സ്റ്റാൻഡ്സ് ഫോർ ഇതാണ് എന്ന് പറയുന്നത്. ഇവിടെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞു. വിസ്മയ, വിസ്മയ ഏത് ബാച്ചിലെ കുട്ടിയായിരുന്നു? ഏത് ബാച്ചായിരുന്നു വിസ്മയ? 17 ആണോ? HA17. എന്റെ 16ലെ കുട്ടികളൊന്നും ഇല്ലേ? 17ലെ ബാച്ചാണോ? 16ലെ പിള്ളേരായില്ലേ ഇതിനകത്ത്? 16, 17, 18th ബാച്ചിലെ കുട്ടികളല്ലേ ഇപ്പൊ PG5ലേക്ക് കയറിയിരുന്നേ? 17. ഞാൻ എന്താന്ന് വെച്ചാല് അവിടെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് ഇവരൊന്നും മിണ്ടാറില്ല. 17ലെ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് പറയണ്ടല്ലോ. 19, 19th ബാച്ചിലായിരുന്നു അല്ലേ? കയറി. ഓക്കെ ഓക്കെ. എന്നൊക്കെ ഓർമ്മകളേ. സാധില്ല പറയാ. ഓക്കെ ഓക്കെ. അല്ല നിങ്ങളൊക്കെ അപ്പൊ എവിടെ പോയി കിടക്കാറുണ്ട്? നിങ്ങളൊക്കെ ഞാൻ കാണുള്ളല്ലോ. 19th കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് പറയുന്നത്. വേഗം വേഗം 16th കുട്ടികളില്ലേ? HA16 ഇല്ലേ? 16 ആരും ഇല്ലേ ഇപ്പൊ? 17, 18, 19 ആണ് അല്ലേ? ഓക്കെ ഓക്കെ. 17, 18, 19. 17, 18, 19. 19ലെ കുട്ടികൾ മാത്രമേ എന്നെ അറിയുള്ളൂ അല്ലേ? അപ്പൊ നമ്മള് എന്തായാലും നിങ്ങളത് പഠിച്ചതാണ് അല്ലെ? അപ്പൊ എന്താ പറയാ, ആയുഷ് ഹോസ്പിറ്റൽ നമ്മൾക്ക് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞില്ലായിരുന്നു. ആയുഷിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ആയുഷ് ഈസ് ദ അക്രോണിം ഫോർ ആയുർവേദ, യോഗ ആൻഡ് നേച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. H എന്ന് പറഞ്ഞ ഹോമിയോപ്പതി. A stands for ആയുർവേദ. Iല് രണ്ടെണ്ണം കൂടി ഒരുമിച്ച് കൊടുത്തേക്കണേ, യോഗ ആൻഡ് നേച്ചുറോപ്പതി. U stands for യുനാനി, then S stands for സിദ്ധ, then and H stands for ഹോമിയോപ്പതി. ഓക്കെ, നാലഞ്ചെണ്ണം നമ്മൾ പഠിച്ചു വെക്കാം. ഇവിടെയും നമുക്ക് അത് തന്നെ ചോദിക്കാം. ഇനി അടുത്തത് നോക്കി എന്താണ്? And are the 6 Indian system of medicine prevalent and practiced in India and some of the few neighboring Asian countries? ഇത് കുറച്ച് ഇന്ത്യയിൽ തന്നെ പ്രാബല്യമുള്ളതും പ്രാക്ടീസ് ചെയ്യുന്നതുമാണ് അല്ലെ? ചെയ്യുന്നതുമായിട്ടുള്ള ആ 6 ഇന്ത്യൻ സിസ്റ്റം, 6 ഇന്ത്യൻ സിസ്റ്റം അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആയുർവേദ, ആയുഷ് hospitals are hospitals which are come under the Ministry of Ayush. Ayush മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകളാണ് ഏത്? ആയുഷ് ഹോസ്പിറ്റൽസ്. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. Ayush hospitals are hospitals which are coming under the Ministry of Ayush. Ayush മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകളാണ് ആയുഷ് ഹോസ്പിറ്റൽസ്. For example, ഏതൊക്കെയാന്നൊക്കെ? അഹല്യ ആയുർവേദ ഹോസ്പിറ്റൽ, ശാന്തിഗിരി സിദ്ധ ഹോസ്പിറ്റൽ. ആ എക്സാമ്പിളും ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ.
എക്സാമ്പിളുകൾ നോക്കി വെക്കുക കേട്ടോ. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലാണ് ആയുഷ് ഹോസ്പിറ്റൽ. ആയുഷ് ഹോസ്പിറ്റൽസ് other hospitals which are coming under the Ministry of ആയുഷ്. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകൾ ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? അഹല്യ ആയുർവേദ ഹോസ്പിറ്റൽ, ശാന്തഗിരി സിദ്ധ ഹോസ്പിറ്റൽ എക്സെട്ര. ഇനി അതിൽ ഓരോ ലെറ്റേഴ്സും അവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ പഠിച്ചത് തന്നെയാണ് ആയുർവേദ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ചാപ്റ്റർ 3rd ചാപ്റ്റർ. 2nd ചാപ്റ്റർ സോളിനിസ് അവിടെ തുടങ്ങിയില്ലേ മിക്സ്? 2ാമത്തെ ചാപ്റ്റർ അത്. ഇനി നമ്മൾ അടുത്ത് പോകുന്ന 3ാമത്തെ ചാപ്റ്ററിലാണ്. 3ാമത്തെ ചാപ്റ്ററിൽ ഇത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എ എന്ന് പറഞ്ഞ ആയുർവേദം, വൈ എന്ന് പറഞ്ഞ യോഗ ആൻഡ് നേച്ചുറോപ്പതി, വൈയുടെ യോഗ, യുനാനി, എസ് സിദ്ധ, എച്ച് എന്ന് പറയുന്ന ഹോമിയോപ്പതി. അപ്പൊ നമ്മൾ അവിടെ എല്ലാവരും പഠിച്ചതാണല്ലേ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസിൽ ഓരോന്നും പഠിച്ചതാണ്. ഇപ്പൊ ഞാൻ ഓരോന്നും പറയുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഏതാണ് 3rd ചാപ്റ്ററിൽ ഇത് തന്നെയാണ് അവിടെ പഠിക്കാനുള്ളത്. ആയുർവേദം ഒക്കെ അറിയാലോ അല്ലെ. നമുക്ക് എന്താ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ എന്താ ദോഷങ്ങള്, വാദം, പിത്തം, കഫം അല്ലെ ഇതെല്ലാം പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് ഏത് ഇതാണോ, ഏതിന്റെ കൂടുതലാണോ, അതിന്റെ ഇംബാലൻസ് വരുമ്പോ ഇക്വിലിബ്രിയം, നോർമൽ ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോഴും കഫം കൂടോ പിത്തം കുറയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഏതാണോ നമ്മുടെ ഇംബാലൻസ് ആയെന്ന് നോക്കിയിട്ട് അതിനെ നേരെയാക്കാൻ, അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത് അല്ലെ. ആയുർവേദം നമ്മുടെ ഒരു ശരീരത്തിൽ ഒരു ദോഷ നിരൂപണം നടത്തിയിട്ട് അതിന് വേണ്ടുന്നതായിട്ടുള്ള ഭക്ഷണ രീതികൾ. ആയുർവേദത്തിന്റെ ഭക്ഷണം ഇമ്പോർട്ടന്റ് അല്ലേ. പത്യമൊക്കെ ഇല്ലേ, മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ മത്സ്യം മാംസമൊക്കെ കൂട്ടാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നത് അല്ലെ. അതിൻ്റെതായ ഭക്ഷണ രീതികൾ, അതിന്റെ പോലെയുള്ള കാലാവസ്ഥകൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് അവിടെ ആയുർവേദം മരുന്നുകൾ തരുന്നത്. അപ്പോ അവിടെ ആയുർവേദത്തിന്റെ ഫാദർ ആരാ? ഇത് ഇവിടെയും കൂടി നമ്മൾ പഠിക്കണം കേട്ടോ. ഫാദർ ഓഫ് ആയുർവേദം ചരകം. അത് അതിന്റെ ഒപ്പം ഒന്ന് എഴുതി വെച്ചു. നിങ്ങൾ പഠിച്ചതാണ് എങ്കിലും നോട്ട് ചെയ്ത് ആയുർവേദ. ഇനി രണ്ടാമത്തെ നോക്കിയ യോഗ ആൻഡ് നേച്ചുറോപ്പതി. യോഗ ആൻഡ് നേച്ചുറോപ്പതി. അത് നമുക്ക് അവിടെ ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അപ്പൊ അവിടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഫാദർ എന്നാലും നോക്കിയാൽ മതി, അല്ലെങ്കിൽ എഴുതിക്കോ. ബെനഡിക്ട് ലെസ്റ്റ് ആണ് പതഞ്ജലി, യോഗയുടെ പതഞ്ജലി. യോഗയുടെ ഫാദർ മഹാഋഷി പതഞ്ജലിയാണ്. PATANJALI. നേച്ചുറോപ്പതിയുടെ ആരാണ്? ബെനഡിക്ട് ലെസ്റ്റ് കേട്ടോ. BENEDICTLUST, ബെനഡിക്ട് ലെസ്റ്റ്. യോഗ എന്ന് പറഞ്ഞ എന്താ? യോഗ ആരെങ്കിലും യോഗയൊക്കെ ചെയ്യണ്ടോ? ഇല്ല. യോഗ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളവിടെ നമ്മുടെ ശരീരത്തിലെ നിലകള്, നമ്മുടെ ശ്വസനം അല്ലെ, ബ്രീത്തിങ് ഒക്കെ പിടിച്ചിട്ടല്ലേ യോഗ ചെയ്യണേ. ശ്വസനം, ധ്യാനം, അതുപോലെ തന്നെ നമ്മുടെ സ്വയം അച്ചടക്കം എന്നിവ ഉൾപ്പെടുന്ന ഒരു ജീവിത രീതിയാണ് ഇത് യോഗ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഇത്ര ടൈം നമ്മൾ ബ്രീത്തിങ് നിർത്തി, അപ്പൊ നമുക്ക് അതിലൂടെ നമ്മുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന അല്ലെ. ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഒരു ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതാണ് യോഗ എന്ന് പറയുന്നത്. അതവിടെ പഠിക്കണ്ട കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ തന്നെയാണ് നമ്മൾ 3ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ അവിടെ ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ അടുത്തത് യു ആണ്. യു ആരാണ്? യു എന്താണ്? യുനാനി. യുനാനിയുടെ ഫാദർ ആരാണ്? ഹിപ്പോക്രാറ്റസ്. യുനാനി. യുനാനി സിസ്റ്റം. യുനാനിയിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അവിടെ ഈ യുനാനി സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? നമ്മുടെ ബോഡിയിൽ 4 കമ്പോണൻസ് ഉണ്ട് അല്ലെ. മനുഷ്യ ശരീരത്തിൽ 4 ദ്രവങ്ങളുണ്ട്. ഏതൊക്കെയാ? ബ്ലഡ്, ലംബ, ബൈല്, ബ്ലാക്ക് ബൈല്. ഇങ്ങനെ 4
അവയവങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ അതാണ് ഏതെന്ന് പറയുന്നത്, യുനാനി പറയുന്നത് അതാണ് ഈ ഒരു രോഗം. ഇതിന്റെ അളവിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് രോഗം എന്ന് പറയുന്നത്. ഈ 4 സംഗതികളും ഏതാണ്? അപ്പൊ ആദ്യം നമ്മൾ നോക്കും രോഗം എങ്ങനെ ഉണ്ടായി, അത് കണ്ടെത്തിയിട്ട് 4 സംഗതികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതി തന്നെയാണ് യുനാനി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് യുനാനിയുടെ ഫാദർ ആരാണ്? ഹിപ്പോക്രാറ്റ്സ്. അത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. പിന്നെ എസ് എന്ന് പറയുന്നത് സിദ്ധയാണ്, സിദ്ധ. സിദ്ധ സിസ്റ്റം, സിദ്ധ സിസ്റ്റം എന്താ? എന്താ ആരാണ്? സിദ്ധ നിങ്ങൾക്കന്ന് പറഞ്ഞിട്ടല്ലായിരുന്നോ? ഋഷി അഗസ്ത്യാണ് സിദ്ധയുടെ ഫാദർ എന്ന് പറയുന്നത് കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിന്റെ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് വെറുതെ ഞാനൊന്ന് പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിനകത്തുനിന്ന് ഇതേ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സിദ്ധയുടെ ഫാദർ ഋഷി അഗസ്ത്യാണ്. അതായത് ഈ സിദ്ധ സിസ്റ്റത്തില് നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 96 അടിസ്ഥാന തത്വങ്ങളെ അടിസ്ഥാനമാക്കി ക്രമീകരിച്ച് അവരുടെ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണ് അത് ക്രമീകരിച്ചിട്ട് അത് സന്തുലിതമാക്കുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ് ഏതെന്ന് പറയുന്നത് സിദ്ധ സിസ്റ്റം പറയുന്നത്. ഇതവിടെ നമുക്ക് ഡീറ്റെയിൽ അങ്ങനെ പറയാം. ഇപ്പൊ ഫാദർ മാത്രം നിങ്ങളൊന്ന് നോക്കി വെച്ചോ. ഋഷി അഗസ്ത്യ, AGASTYA, AGASTYA. പിന്നെ അടുത്തതാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതി ആരാണ് ഫാദർ? സാമുവൽ ഹനിമാൻ. സാമുവൽ ഹനിമാനാണ് ഹോമിയോപ്പതിയുടെ ഫാദർ എന്ന് പറയുന്നത്. ഹോമിയോപ്പതി, ഹോമിയോ മരുന്നുകളൊക്കെ കഴിക്കണ്ടോ? എന്താ ഹോമിയോപ്പതിയുടെ ഇത് പറയുന്നതെന്ന് അറിയോ? നമ്മുടെ ഡോക്ടർ സാമുവൽ ഹനിമാൻ. അതായത് നമ്മുടെ ശരീരം, നമ്മൾക്ക് ശരീരത്തിന് സ്വയം കഴിച്ചിട്ടുണ്ട്. ബോഡി ഹീലിംഗ് സെൽഫ്, അത് തന്നെ പറയുന്നത് അല്ലെ. എന്തിനു ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ദ ബോഡി ക്യാൻ ക്യൂർ ഇറ്റ്സെൽഫ്. അതായത് നമ്മുടെ ശരീരത്തിന് സ്വയം മെച്ചപ്പെടുത്താൻ കഴിയും, സ്വയം ശരീരത്തിന് മെച്ചപ്പെടുത്താൻ കഴിയും, രോഗം മാറ്റാൻ കഴിയും എന്നുള്ള വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഏത്? ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഹോമിയോപ്പതി നമുക്ക് അവിടെ ഡീറ്റെയിൽ അന്നേരം പഠിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഇതിനകത്ത് പ്രിൻസിപ്പിൾ ആണ് ലൈക്ക് ക്യൂർ ലൈക്ക് എന്നാണ്. ഓക്കെ, ലൈക്ക് ക്യൂർ ലൈക്ക് ഹോമിയോപ്പതിയുടെ ആ ഒരു സിദ്ധാന്തം പറയുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിന് സ്വയം രോഗം മാറ്റാൻ അല്ലെങ്കിൽ സ്വയം മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഫാദർ സാമുവൽ ഹനിമാൻ. അപ്പൊ നിങ്ങൾ ഇത്രയും നോക്കി വെക്കുക. ഏതാണ് ആയുഷ് എന്ന് പറയുന്നതിൽ അത് മിനിസ്ട്രി ഓഫ് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് ആയുഷ് ഹോസ്പിറ്റൽ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. Ayush hospitals are hospitals which are coming under the Ministry of Ayush. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകളാണ് ആയുഷ് ഹോസ്പിറ്റൽ. അത് പിന്നെ ഫോർ എക്സാമ്പിൾ നോക്കാം, ഇന്ത്യ ആയുർവേദ ഹോസ്പിറ്റൽ, ശാന്തഗിരി സിദ്ധ ഹോസ്പിറ്റൽ. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിടണം. പിന്നെ നമ്മൾ ഓരോ ലെറ്റേഴ്സും ഓരോന്നും നമ്മുടെ ആയുഷിന്റെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ഫാദറും ഒന്ന് നോട്ട് ചെയ്തോ. നമുക്കത് സിസ്റ്റം ഓഫ് മെഡിസിനിൽ ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ. അവിടെ ഓരോന്ന് ഡീറ്റെയിൽ ഉണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഫിനിഷ് ആയിട്ടോ. ക്ലാസ്സുകൾ കൊണ്ട് ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെയാണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? എളുപ്പമല്ലായിരുന്നു ആ ചാപ്റ്റർ? വേറെ ആർക്കണെങ്കിലൊക്കെ ചാപ്റ്റർ തീർന്നോ? നമ്മുടെയാണ് ആദ്യം തീർന്ന ചാപ്റ്റർ ആണോ?
രണ്ടാമത്തെ ചാപ്റ്റർ സോളിഡ് മിക്സിൽ തീർന്നു അല്ലെ? രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നു. ഇനി ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ സോളിഡ് മിക്സ് എടുത്തു രണ്ടാമത്തെ ചാപ്റ്റർ. നമ്മൾ ഇനി അടുത്ത പോകുന്നത് ഏതാണ്? മൂന്നാമത്തെ ചാപ്റ്റർ കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ കേട്ടോ. ഇപ്പൊ പഠിച്ചത് തന്നെയാണ്, അതിന്റെ കണ്ടിന്യൂഷൻ ഒക്കെയാ വന്നത്. സിസ്റ്റം ഓഫ് മെഡിസിൻ, സിസ്റ്റം ഓഫ് മെഡിസിൻ, സിസ്റ്റം ഓഫ് മെഡിസിൻ. India has the unique distinction of having 6 recognized system of medicine. This category they are. നമ്മുടെ ഇന്ത്യക്ക് നമുക്കൊരു ഇന്ത്യക്ക് എന്തുണ്ട്? ഒരു യുണീക്ക് എന്ന് പറഞ്ഞാൽ സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. അതായത് മെഡിസിനില് ആ ഒരു കാറ്റഗറിയില് സിസ്റ്റം ഓഫ് മെഡിസിനില് ഇന്ത്യക്ക് ഒരു പ്രത്യേക ഒരു സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യക്ക് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. ഏത്? സിസ്റ്റം ഓഫ് മെഡിസിൻ. നമ്മുടെ വൈദ്യശാസ്ത്ര സംവിധാനത്തില് ഇന്ത്യക്ക് ഒരു സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. ഒരു യുണീക് ഡിസ്റ്റിങ്ഷൻ, ചില സവിശേഷമായ പ്രത്യേകതയുണ്ട്. having 6 recognized system of medicine in this category. അപ്ലൈ ചെയ്തു കേട്ടോ. ഈ വിഭാഗത്തില് നമുക്ക് ഏതില്? സിസ്റ്റം ഓഫ് മെഡിസിനില്. സിസ്റ്റം ഓഫ് മെഡിസിനില് ഇന്ത്യക്ക് 6 അംഗീകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ അങ്ങനെ ആ 6 അംഗീകൃത ചികിത്സാ സമ്പ്രദായങ്ങൾ ഉള്ള ഇന്ത്യക്ക് അത് ഇന്ത്യയുടെ ഒരു പ്രത്യേക ഒരു സവിശേഷമായ ഒരു പ്രത്യേകതയാണത് ഇന്ത്യയുടെ. മനസ്സിലായോ? അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇന്ത്യയുടെ ഒരു സവിശേഷമായ പ്രത്യേകതയാണ്. എന്തുണ്ട് നമുക്ക്? ഈ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനില് ഇന്ത്യക്ക് 6 അംഗീകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായം ഉണ്ട് എന്നുള്ളത് അത് ഇന്ത്യയുടെ സവിശേഷമായ ഒരു പ്രത്യേകത തന്നെയാണ്. സിസ്റ്റം ഓഫ് മെഡിസിനില് ഇന്ത്യക്ക് 6 അംഗീകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് ആ 6 ചികിത്സാ സമ്പ്രദായങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ? അത് ഇന്ത്യയുടെ ഒരു യുണീക് ഡിസ്റ്റിങ്ഷൻ ആണ്, സവിശേഷമായ പ്രത്യേകതയാണ് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് നോക്കി 6 എണ്ണമാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെയാണ് അലോപ്പതിക്, രണ്ടാമത്തെ ആയുർവേദ, പിന്നെ മൂന്നാമത്തെ സിദ്ധ, നാലാമത്തെ യുനാനി, അഞ്ചാമത്തെ യോഗ ആൻഡ് നേച്ചുറോപ്പതി, ആറാമത്തെയാണ് ഹോമിയോപ്പതി. ക്ലിയർ ആയോ? 6 എണ്ണവും വായിച്ചു നോക്കിയേ. ഇനി അതിന്റെ ഡീറ്റെയിൽ ആണുള്ളൂ, അത്രയുള്ള ചാപ്റ്ററില് നമ്മൾ 6 സിസ്റ്റം അത്രേ ഉള്ളൂ. ഹോമിയോപ്പതി വരെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. എളുപ്പമാണ് ഇത് സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 6 സിസ്റ്റം ഓഫ് മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഇന്ത്യയില്. 6 റിക്കഗ്നൈസ്ഡ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതില് ഒന്നാമത്തെയാണ് അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഈ അലോപ്പതിക് മെഡിസിൻ ഇതുണ്ടല്ലോ, ഇത് കണ്ടുപിടിച്ചത് സാമുവൽ ഹാനിമാൻ ആണ് കേട്ടോ. ജർമ്മൻ ഫിസിഷ്യൻ സാമുവൽ ഹാനിമാൻ കോയിൻഡ്, COINED, കോയിൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. The term അലോപ്പതി, അലോപ്പതി എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിച്ചത് കേട്ടോ. അലോപ്പതി എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിച്ചത് സാമുവൽ ഹാനിമാൻ ആണ്. ഈ വേർഡ് അലോപ്പതി എന്ന് പറഞ്ഞ വേർഡ് അന്ന് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞുള്ളൂ കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട, എക്സാമിന് ഇതൊന്നും ചോദിക്കില്ല, വെറുതെ ഞാൻ ഒന്ന് പറയുന്നതുള്ളൂ. ഈ വേർഡ് വന്നത് ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള അലോസ്, ALLOS, അലോസ് മീനിങ് അതർ, അതർ. അതിന് പതിയ, PATHIA, പതിയ എന്ന് പറഞ്ഞ സഫർ. അങ്ങനെയുള്ള 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് അലോപ്പതി എന്ന് പറഞ്ഞ വേർഡ് വന്നേക്കുന്നത്. ഒരു ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അലോസ് മീൻസ് അതേഴ്സ്, പതിയ എന്ന് പറഞ്ഞ സഫർ. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇവിടെ നോക്കിയേ, ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയാണ്. ഒരു പാരഗ്രാഫ് ഉള്ളൂ. അലോപ്പതിക് മെഡിസിൻ ഈസ് അനദർ നെയിം ഫോർ
conventional or modern or western medicine. Underline ചെയ്തേ. ഈ allopathic medicines other terms മറ്റു പേരുകളാണ് ഈ പറയുന്നത് കേട്ടോ. For conventional എന്ന് പറഞ്ഞാൽ എന്താ? പരമ്പരാഗതമായ modern or western medicine. Modern or western medicine എന്നും അറിയപ്പെടുന്നത്. Conventional medicine, modern or western അല്ലെങ്കിൽ western medicines എന്നും അറിയപ്പെടുന്നത്. It is an evidence based system. Underline ചെയ്തേ. ഈ allopathic system എന്ന് പറഞ്ഞാലേ ചുമ്മാ നമ്മൾ പറയുമ്പോ അതിന്റെ ലക്ഷണം നോക്കി അങ്ങനെ നമുക്ക് ഇത് തരുന്നതല്ല. എങ്ങനെയാ? എവിഡൻസ് ബേസ്ഡ് ആണ്. തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ സമ്പ്രദായം അല്ലെ. ഡോക്ടറിന് എന്താണ് രോഗം എന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യണം. എന്നാലാണ് രോഗം ഇതാണെന്ന് ഡോക്ടർ ഉറപ്പിച്ചിട്ട് അതിനുള്ള മരുന്ന് തരുള്ളൂ. പിന്നെ നമ്മൾ വെറുതെ കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് തരില്ല. എന്ന് വെച്ചാൽ കറക്റ്റ് എവിഡൻസ് അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം ആണ്. തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് അലോപ്പതിക് സിസ്റ്റം എന്ന് പറയുന്നത്. വിച്ച് ഇൻവോൾവ്സ് അവിടെ ആരൊക്കെ വരുന്നത്? അതിനകത്ത് ആരൊക്കെ വരുന്നത്? ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ട്രീറ്റിംഗ് സിംറ്റംസ്. അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ സിംറ്റംസ്, നമ്മുടെ രോഗലക്ഷണങ്ങള് അല്ലെ അതിനെ ട്രീറ്റ് ചെയ്ത് എങ്ങനെ? യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻസ്. പരമ്പരാഗതമായിട്ടുള്ള മരുന്നുകള് മെഡിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും എന്ത് ചെയ്യുന്നു? സിംറ്റംസ് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ട്രീറ്റിംഗ് സിംറ്റംസ് യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻ. അപ്പൊ അതിനകത്ത് നമ്മൾ ആകെ ഒരു പാരഗ്രാഫ് ഉള്ളെങ്കിലും അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അലോപ്പതിക് മെഡിസിൻ another terms is also known as conventional medicine or modern or western medicine. Underline ചെയ്തിട്ടാ. പിന്നെ അതിനകത്ത് എന്താണ്? ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. അത് അണ്ടർലൈൻ ചെയ്തേ. എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം ആണ്. തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. പിന്നെ അതിനകത്ത് ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ട്രീറ്റിംഗ് സിംറ്റംസ് എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നേ? യൂസിങ് ഡാഷ് എന്തുപയോഗിച്ചുകൊണ്ട്? കൺവെൻഷണൽ മെഡിക്കേഷൻസ്. മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് പറയേണ്ടത്. എവിഡൻസ് ബേസ്ഡ് ആണ്. ഡോക്ടേഴ്സും അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അതിനകത്ത് ഉൾപ്പെടുന്നു. പിന്നെ എങ്ങനെയാണ് ട്രീറ്റിംഗ് സിംറ്റംസ് യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയേ? അതാണ് അതിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ട്രീറ്റിംഗ് സിംറ്റംസ് യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻ. സിമ്പിൾ അല്ലേ നോക്കിയേ? അലോപ്പതിക് സിസ്റ്റം. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ആയുർവേദം. കുറെ പടങ്ങളൊക്കെ കണ്ടോ? കുറെ കുട്ടികളും അതുകൊണ്ട് പഠിച്ചുണ്ട് ആയുർവേദം. ആയുർവേദത്തിലെ ഫാദർ ചരകയാണ് കേട്ടോ. ചരക, ഫാദർ ഓഫ് ആയുർവേദ, ചരക. It is an alternative medicine system with the historical roots in Ayurveda. The Indian subcontinent, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആയുർവേദത്തില് ചരിത്ര പ്രധാനമായിട്ടുള്ള വേരുകളുള്ള ഒരു ഔഷധ സമ്പ്രദായമാണ്. പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം വിത്ത് ദ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഇൻ ആയുർവേദ. Then the Indian subcontinent, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആയുർവേദത്തില് ചരിത്ര പ്രധാനമായിട്ടുള്ള വേരുകളുള്ള ഒരു ഔഷധ സമ്പ്രദായമാണ് ഇത് ആയുർവേദ എന്ന് പറയുന്നത്. അത് dash is an alternative medicine system with the historical roots in Ayurveda, the Indian subcontinent. അങ്ങനെ തന്നെ ചോദിക്കാം. ആ സെന്റൻസ് അവിടെ ഇട്ടുള്ളവർക്ക് ഡാഷ് ഇട്ട് വെക്കുക കേട്ടോ.
ഓക്കെ, ഇനി നോക്കിയേ. The theory and practice of Ayurveda is pseudo scientific. എന്താ pseudo scientific എന്ന് പറഞ്ഞാൽ? സ്യൂഡോ സയന്റിഫിക് ആണ്. സ്യൂഡോ പൊള്ളയായ, അല്ലെ? അതായത് കറക്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ടാണോ? നമ്മൾ അലോപ്പതി പോലെ കറക്റ്റ് എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണോ ശരിക്കും ആയുർവേദം, അല്ലെ? നമ്മുടെ ആ രോഗങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരും ഇതൊക്കെ നോക്കി, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതല്ല. അതായത് ബിക്കോസ് ഇറ്റ് പ്രിമിസസ് ആർ നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്. എന്താ സ്യൂഡോ സയന്റിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസിനെ ബേസ് ചെയ്തിട്ടല്ല. കണ്ടോ? അതാണ് സ്യൂഡോ സയന്റിഫിക് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് പ്രിമിസസ്, ഈ സമ്പ്രദായം എന്തിനെ ബേസ് ചെയ്തിട്ടല്ല? ആർ നോട്ട് ബേസ്ഡ് ഓൺ സയൻസ്. കണ്ടോ? ഇത് സയൻസിനെ ബേസ് ചെയ്തിട്ടല്ല. അതുകൊണ്ട് തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ എന്താണെന്നാ പറഞ്ഞേക്കണേ? സ്യൂഡോ സയന്റിഫിക്. അണ്ടർലൈൻ ചെയ്തോട്ടോ, സ്യൂഡോ സയന്റിഫിക്. ഈ ശരിക്കും ആയുർവേദം എന്ന് പറഞ്ഞാലേ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞില്ലേ? ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം, രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ? പരമ്പരാഗത പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന് പുറത്ത് നിൽക്കുന്ന എന്താണ് സിദ്ധാന്തങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു രോഗശാന്തി സമ്പ്രദായമാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഇന്ത്യ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആയുർവേദത്തിൽ ചരിത്ര പ്രധാനമായ വേദികളുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, ഒരു വൈദ്യശാസ്ത്ര ഔഷധ സമ്പ്രദായമാണ് ആയുർവേദ എന്ന് പറയുന്നത്. ഈ ആയുർവേദത്തിന്റെ തിയറി, അതിന്റെ തിയറി ആൻഡ് പ്രാക്ടീസ് എങ്ങനെയാണ്? അതായത് എന്താ? എവിഡൻസിന് ബേസ് ചെയ്തിട്ടല്ല, അല്ലെ? Because are not based on science. സയൻസിനെ ബേസ് ചെയ്തിട്ടല്ല. അതുകൊണ്ട് എന്താണ് പറയുന്നത്? അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ ഈസ് സ്യൂഡോ സയന്റിഫിക്. സ്യൂഡോ സയന്റിഫിക്. The Indian Medical Association describes Ayurveda practitioners who claims to practice medicine as quacks. Quacks എന്ന് പറഞ്ഞാൽ quacks ആരാ? കള്ളന്മാര്. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡിസ്ക്രൈബ് ദ ആയുർവേദ പ്രാക്ടീഷണർ. ഈ ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ, വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്നതായി അവകാശപ്പെടുന്ന ആയുർവേദ വിദഗ്ധരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്താ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നേ? എന്താ വിശേഷിപ്പിച്ചിരുന്നേ? എന്താ പറഞ്ഞേക്കുന്നേ? ക്വാക്സ് എന്നാണ്. QUACKS, കള്ളന്മാരെന്ന്. എന്താ പറയാൻ കാര്യം? എന്താ കള്ളന്മാരാണ് അങ്ങനെ പറഞ്ഞേക്കണ? ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ അവര് കറക്റ്റ് എവിഡൻസിനെ ബേസ് ചെയ്തിട്ടല്ലോ ട്രീറ്റ്മെന്റ് തന്നെ. കറക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് മരുന്ന് അങ്ങനെയല്ലല്ലോ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ലാത്തത്, അല്ലെ? അത് കുറച്ച് ഫുഡ് നോക്കും, നമ്മുടെ ജീവിത രീതി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ പതുക്കെ നമുക്ക് ആയുർവേദം അത് മാറുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്ന് പറഞ്ഞേക്കുന്നതാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡിസ്ക്രൈബ് ആയുർവേദ പ്രാക്ടീഷണേഴ്സ് who try to practice medicine as a quacks എന്ന് പറഞ്ഞു. ക്വാക്സ് ചില കള്ളന്മാരെന്നാണ് മെഡിക്കൽ അസോസിയേഷൻ വിശേഷിപ്പിച്ചിരുന്നത്. ഫാദർ ചരക്ക. ആയുർവേദം നമ്മൾ പറഞ്ഞതല്ലേ? എന്താണ് ആയുർവേദത്തിൽ പറയുന്നത്? ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് 3 ദോഷങ്ങള്: വാതം, പിത്തം, കഫം, അല്ലെ? അതിനകത്ത് നമുക്ക് നോക്കാണ് ഏത് ദോഷം ആണ് കോപിച്ചേക്കുന്നത്, അതിന്റെ ഇക്വിലിബ്രിയം ആണ് ആരോഗ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനിപ്പോ വാദത്തിന്റെ അളവ് കൂടി അല്ലെങ്കിൽ പിത്തത്തിന്റെ അളവ് കുറഞ്ഞു അങ്ങനെ വരുമ്പോഴേ എന്ത് ചെയ്യുന്നു? അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ശരീരത്തിൽ ഒരു ദോഷ നിരൂപണം നടത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കും. ഇമ്പോർട്ടന്റ് ആണ്. അവിടെ പഥ്യമുണ്ടെന്നൊക്കെ പറയുന്ന അത് കഴിക്കുമ്പോൾ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുണ്ട്, അല്ലെ? ഭക്ഷണ രീതികളും കാലാവസ്ഥയും പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ഔഷധങ്ങൾ നിർദ്ദേശിക്കുന്നത്. പിന്നെ ആയുർവേദത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ അന്ന് പറഞ്ഞായിരുന്നല്ലോ. ആയുർവേദം പറഞ്ഞപ്പോ നമ്മുടെ ആയുർവേദം അനുസരിച്ച് നമ്മുടെ മനുഷ്യ ശരീരം 5 കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എർത്ത്, സ്പേസ്, എയർ, വാട്ടർ എന്ന് പറഞ്ഞില്ലേ? പഞ്ചഭൂതാസ്, പഞ്ചമഹാഭൂതാസ്.
അതാണ് ആയുർവേദത്തിന്റെ തത്വം എന്ന് പറയുന്നത്. മനുഷ്യനും സർവ്വ ചരാചരങ്ങളും ഉണ്ടായിരിക്കുന്നത് ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് മഹാഭൂതാസ് അല്ലെ, പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ. അത് അതായത് നമ്മള് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് 3 ഫോംസിലാണ് പറഞ്ഞത്. വാത പിത്ത കഫ, ആ 3 രീതിയിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആയുർവേദത്തിൽ ശരിക്കും പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ആ ആയുർവേദം അനുസരിച്ച് എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചമഹാഭൂതാസ്, സ്പേസ്, എയർ, ഫയർ, വാട്ടർ, ഇങ്ങനെ ആ 5 പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്ത് ചെയ്യുന്നത്, അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് 3 രീതിയിൽ. അതിൽ ഏതെങ്കിലും ഏറ്റക്കുറച്ചിൽ വരികയാണെങ്കിൽ അല്ലെ, വൺ ഓഫ് ദം ഈസ് ഡോമിനേറ്റിംഗ്, ഏതെങ്കിലും ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ ആയുർവേദത്തിന്റെ ഒരു ഗുണമുണ്ടല്ലോ, സേഫ് അല്ലേ അല്ലെ. ആയുർവേദ മെഡിസിൻസ് ജനറലി സേഫ് ആൻഡ് നോ സൈഡ് എഫക്ട്സ്. പ്രത്യേകം സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പച്ചമരുന്നുകളും ഇതൊക്കെ തന്നെയാണ് കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത് കഴിച്ചു വെച്ചോണ്ട് നമ്മുടെ ശരീരത്തിന് സേഫ് ആണ്. വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ല. ഓക്കെ, 2 കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അണ്ടർലൈൻ ചെയ്യാനുള്ളതൊന്നും നോക്കാം കേട്ടോ. നമ്മള് ഇതിനകത്ത് 6 റിക്കഗ്നൈസ്ഡ് സിസ്റ്റം എന്നുള്ളതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. 6 റിക്കഗ്നൈസ്ഡ് സിസ്റ്റം എന്നുള്ളത് നോക്കി വെക്കാം. നമ്മുടെ മെഡിസിനില് ഇന്ത്യക്ക് 6 അംഗീകൃതമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അത് 6 പേര്. അത് നമ്മൾ അവിടെ പഠിച്ചു വെച്ചോന്നാൽ തന്നെ ആയുഷ് പറഞ്ഞതില് ഓരോ ലെറ്റേഴ്സും അവിടെ എന്തിനെ സൂചിപ്പിക്കുന്നു. ആയുഷിലെ എന്ന് പറഞ്ഞ ആയുർവേദിയാണ് കേട്ടോ, ആയുർവേദിയാണ് ആൾക്കോരുത്. അത് ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അലോപ്പതിക് സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞത് അത് ഏതൊക്കെയാണ്, കൺവെൻഷണൽ മെഡിസിൻ, മോഡേൺ ഓർ വെസ്റ്റേൺ മെഡിസിൻ എന്നൊക്കെയാണ് മറ്റു പേരുകളും. ഇതെന്താണ് ഒരു പ്രത്യേകത, എവിഡൻസ് ബേസ്ഡ് ആണ്, തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചികിത്സാ രീതിയാണ് എവിഡൻസ് ബേസ്ഡ് സിസ്റ്റം. അവിടെ ആരൊക്കെയുണ്ട്, ഡോക്ടേഴ്സും അതുപോലെ തന്നെ അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഉണ്ട്. അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ആ അപ്രോച്ച് എങ്ങനെയാണ്, ട്രീറ്റിംഗ് സിംറ്റംസ് ഉപയോഗിച്ചിട്ടുണ്ട് യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻ. ആ 3 സെന്റൻസും അവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ 2ാമത്തെ സെന്റൻസ് എവിഡൻസ് ബേസ്ഡ് ആണ്, ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഉണ്ട്. അതിന്റെ അപ്രോച്ച് എങ്ങനെയാണ്, ട്രീറ്റിംഗ് സിംറ്റംസ് യൂസിങ് കൺവെൻഷണൽ മെഡിക്കേഷൻസ്. പിന്നെ അടുത്തതാണ് ആയുർവേദ. അതിനകത്ത് ഫാദർ അവിടെ നമ്മൾ പഠിച്ചതാണ് ചരക, അത് വേണം. പിന്നെ എന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റം. അത് അങ്ങനെ തന്നെ ആ സെന്റൻസ് അങ്ങനെ തന്നെ തരാട്ടോ. She is an alternative medicine system in the historical roots in Ayurveda എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സെന്റൻസ് അതുപോലെ തന്നെ തരാം. അത് നോക്കാം. പിന്നെ അടുത്തത് നമ്മൾ നോട്ട് ചെയ്തേതാ, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ആയുർവേദ എങ്ങനെയാണ്, സ്യൂഡോ സയന്റിഫിക്. എന്താ അങ്ങനെ പറയാൻ കാര്യം, സയൻസിന് ബേസ് ചെയ്തിട്ടല്ല അല്ലെ, സയൻസിന് ബേസ് ചെയ്തിട്ടല്ല, അതുകൊണ്ടാണ് സ്യൂഡോ സയന്റിഫിക് പറയാൻ കാര്യം. പിന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ എങ്ങനെ വിശേഷിപ്പിച്ചേക്കുന്നത്, ക്വാക്സ് എന്നാണ്, കള്ളന്മാരെന്നാണ്. എന്നുവെച്ചാൽ നേരെ തെളിവ് നോക്കിയിട്ടല്ലോ, അല്ലെങ്കിൽ കറക്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ടല്ല അവിടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നു, അത് നമ്മൾ പഠിക്കണമെന്നുള്ളൂ കേട്ടോ, ഇങ്ങനെ ആവണമെന്നൊന്നും ഇല്ല. ഓക്കെ, പിന്നെ അടുത്തതാണ് യോഗ നേച്ചർ. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലെ. ഒരുപാടില്ല, നമുക്ക് ഒരു ക്ലാസ് കൊണ്ടൊക്കെ തന്നെ തീരാവുന്ന കാര്യമുള്ളൂ. എല്ലാം ഒരേ പാരഗ്രാഫ് ഒക്കെ ഉള്ളൂ. അടുത്ത ഒരു ക്ലാസ് മതി അത് തീർക്കാനായിട്ട്. ഒരുപാട് കൂടി പോകണ്ട, നിങ്ങൾക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെയല്ലേ പോണേ. അപ്പൊ ഇത് 2 എണ്ണമാണ് കേട്ടോ. 3ാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, 2 എണ്ണം നമ്മൾ പറഞ്ഞു. അലോപ്പതി സിസ്റ്റം പറഞ്ഞു, പിന്നെ അടുത്തത് ആയുർവേദിയാണ് പറഞ്ഞു കേട്ടോ. ആയുർവേദി വെച്ചേക്കാം. എന്നാ ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ പോകും. ഓക്കെ, താങ്ക് യു. ഇന്ന ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, പിന്നെ എല്ലാരും വിശക്കണ്ട, ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറുന്നേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ എല്ലാവരും കയറുന്നേ? ഭക്ഷണമൊക്കെ കഴിക്കണോട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച്
രാവിലെ കഴിച്ചു. ഓക്കെ, ഉച്ചയ്ക്ക് കഴിക്കാറാവുന്നു. എല്ലാവരും 1 മണിക്കൊക്കെ തന്നെ ഭക്ഷണം കഴിക്കോ? ഈ പണിയൊക്കെ ഉണ്ടോ? ഈ വച്ചിട്ടുണ്ടോ? കറിയൊക്കെ റെഡിയാക്കി ഇട്ടല്ലേ? വേറൊക്കെ സ്കൂളിൽ പോകുമ്പോ അമ്മമാരൊക്കെ വേഗത്തില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണമൊക്കെ ആവൂലേ? ഓക്കെ ആക്കി വെച്ചിട്ടല്ലേ നിങ്ങളെ ക്ലാസ്സിലേക്ക് ഇരിക്കുന്നേ? അല്ലേ? യെസ്. മോർണിംഗ് എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞു അല്ലേ? ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പൊ ക്ലാസ് ഉള്ളതുകൊണ്ട് എല്ലാവരും വേഗം ജോലിയൊക്കെ തീർത്ത് വെക്കുന്നേ. 10 ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ്സിൽ കയറണമല്ലോ. എല്ലാം കഴിച്ചു. ഇനി കുറച്ചു നേരമൊക്കെ വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ചായക്കൊക്കെ ഉണ്ടാകണ്ടേ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ കുഞ്ഞാവുണ്ടോ? ഓക്കെ ഓക്കെ. പിള്ളേരുള്ളവരൊക്കെ കുഞ്ഞാവിനെ നോക്കണം. കുറെ പണികളുണ്ടല്ലേ? പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ നമ്മൾ എടുത്ത കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓടിച്ച് വായിച്ച് വെച്ചേക്കണം കേട്ടോ. ബാക്കി അടുത്തത് മതി. ഒരുപാട് എടുത്താൽ നിങ്ങൾ ബോറടിക്കും. താങ്ക് യു.